തൃപ്പൂണിത്തുറ പുതിയകാവ് സ്ഫോടനത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കും. ബലക്ഷയമുള്ള വീടുകൾ ആവശ്യമെങ്കിൽ പൊളിക്കുമെന്നും സ്ഫോടന സ്ഥലം സന്ദർശിച്ച ശേഷം സബ് കളക്ടർ കെ മീര പറഞ്ഞു. കേസിൽ ഒളിവിലായിരുന്ന തെക്കുംഭാഗം കരയോഗം ഭാരവാഹികളായ 9 പേരെ തൃപ്പൂണിത്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ മരട് വെടിക്കെട്ടിന് ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചു. തൃപ്പൂണിത്തുറ പുതിയകാവ് സ്ഫോടനത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയ സബ് കളക്ടർ കെ മീര സ്ഫോടന സ്ഥലം സന്ദർശിച്ചു. വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച സമീപത്തെ വീടുകളിലും എത്തിയ സബ് കളക്ടർ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞു. റിപ്പോർട്ട് 2 ആഴ്ചക്കകം സമർപ്പിക്കുമെന്നും ബലക്ഷയമുള്ള വീടുകൾ ആവശ്യമെങ്കിൽ പൊളിച്ചു നീക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചു. നമ്മൾ ഇവിടെ ഉണ്ടായ ബ്ലാസ്റ്റിന്റെ ഒഫീഷ്യൽ മജിസ്റ്റീരിയൽ എൻക്വയറി ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഒരുപാട് പേരുടെ മൊഴിയെടുക്കാനുണ്ട്. നമ്മൾ ഇന്ന് സൈറ്റ് വിസിറ്റ് ആണ് നടത്തിയത്. പ്രിലിമിനറി ആയിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. നമ്മൾ എന്തായാലും ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നതാണ്. എല്ലാ രേഖകളും പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. പുതിയകാവ് ക്ഷേത്രത്തിൽ അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയ കേസിൽ തെക്കുംപുറം കരയോഗം ഭാരവാഹികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. IPC 286, KP ആക്ട് 118, F സ്ഫോടകവസ്തു നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകളിലാണ് കേസ്. പുതിയകാവ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മരട് വെടിക്കെട്ടിനും ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചു. പോലീസ്, റവന്യൂ, അഗ്നിരക്ഷാ സേനകളുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി. ഈ മാസം 21, 22 തീയതികളിലാണ് മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രം താലപ്പൊലി. സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ദുരന്തത്തിന് ഇരയായവർ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും. ഓരോരുത്തരും വെവ്വേറെ ഹർജികളാണ് നൽകുക. 50ഓളം ഹർജികൾ സമർപ്പിക്കും. ജനം, കൊച്ചി.